ഹായ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. മോനെ, ആവേശം ഒട്ടും കളയാതെ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ LDC പരീക്ഷയ്ക്കായി. കാരണം LDC പരീക്ഷ ഏതൊക്കെ മാസങ്ങളിലാണ് നടത്തുന്നതെന്നുള്ള PSCയുടെ അപ്ഡേഷൻ വന്നിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ അടുത്ത് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന ഖാദി ബോർഡ് LDCയുടെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റും തിരുവനന്തപുരം ജില്ലയുടെ LDC എക്സാമിൻ്റെ ഡേറ്റും കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായകരമാണ്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. മകളെ, ഇതാണ് നമ്മുടെ LDC പരീക്ഷയുടെ കലണ്ടർ വന്നിരിക്കുന്നത്. 2024 ജൂലൈയിൽ തിരുവനന്തപുരം ജില്ലയ്ക്കും അതുപോലെ തന്നെ അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് തുടങ്ങിയ 5 ജില്ലകളുടെ പരീക്ഷ ഓഗസ്റ്റ് മാസം. സെപ്റ്റംബറിൽ ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോട്. ഒക്ടോബർ മാസം ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് ഈ ജില്ലകളിലാണ്. 2024 ഒക്ടോബറിൽ തന്നെ തസ്തിക മാറ്റം വഴിയുള്ള അത് 14 ജില്ലകളിൽ ആ ഒരു എക്സാമും ഒക്ടോബറിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ജൂലൈ മാസം എന്ന് പറയുമ്പോൾ കൃത്യമായി ഇന്ന് മുതൽ കണക്ക് കൂട്ടിയാൽ നമുക്ക് കൃത്യമായി 3 മാസമാണ് ലഭിക്കുന്നത്. അപ്പം തിരുവനന്തപുരം ജില്ലയിലുള്ളവർ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ പഠിക്കുന്ന രീതി എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി ടോപ്പ് ഗിയറിലേക്ക് മാറ്റിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് തിരുവനന്തപുരം ജില്ലക്കാർ. ഇനി മറ്റ് ജില്ലക്കാർ ഞങ്ങൾക്കിനിയും 1 മാസം കൂടെ എക്സ്ട്രാ ഉണ്ടെന്നുള്ള ചിന്ത വിട്ടിട്ട് എല്ലാ ഈ എക്സാമിന് പഠിക്കുന്നവരും തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റാണ് നമ്മളുടെ എക്സാം എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ദിവസങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. അതല്ല നമുക്ക് സമയമുണ്ട്, അതായത് ഈ പറഞ്ഞ ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാടുകാരൊക്കെ ഒക്ടോബറിലാണല്ലോ സമയമുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സമയം പെട്ടെന്ന് പോവുകയും ചെയ്യും. അവസാനം ഒന്നുമില്ലാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അവിടെ നമ്മൾ പറയേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരം ജില്ലയിലാണ് എക്സാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാൻ കഴിയും. അതല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് ടോപ്പ് ഗിയറിലേക്ക് മാറ്റിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി എക്സാം വന്നിട്ട് പഠിച്ചു തുടങ്ങാമെന്ന് പരീക്ഷ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ഒരു സീരിയസ്നെസ് പഠിത്തത്തിലില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരുണ്ടാവില്ല. കാരണം ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മമാർ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് പഠിക്കാം എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണെങ്കിലും ഞാൻ ഈ പറയുന്നത് നമ്മൾ കട്ട് ഓഫ് വെക്കേണ്ടത് ഈ ഒരു ജൂലൈ മാസമാണ്. അപ്പോൾ ആ ഒരു ജൂലൈ മാസത്തിനുള്ളിൽ എനിക്ക് പഠിച്ചു തീർക്കണം. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇന്ന് മുതലാണെങ്കിൽ നമുക്ക് ഈ 3 മാസം സമയമുണ്ട് എക്സാമിൻ്റെ ജൂലൈയിൽ വരുമ്പോൾ. അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം വെച്ചിട്ട് നമ്മൾ ആ ഒരു 3 മാസം ടാർഗറ്റ് ചെയ്തിട്ട് വളരെ ശക്തമായി തന്നെ ആരാണെങ്കിലും PSC പരീക്ഷ, അതായത് LDC പരീക്ഷയെ സീരിയസ് ആയി കാണുന്നവർ ഇനി നമ്മുടെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ കൂടെ അതൊക്കെ ഒഴിവാക്കി ഇതിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം മറ്റുള്ള, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ വന്നിട്ടില്ല. പക്ഷേ ആ മാസങ്ങളിൽ പരീക്ഷ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ജൂലൈ മാസത്തെ കലണ്ടറിൽ ഉണ്ട് നമ്മുടെ LDC പരീക്ഷയുടെ ഡേറ്റ് എന്നാണ്, കൺഫർമേഷൻ എന്നാണ്. അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC നമ്മൾ ഈ ഇടയ്ക്ക് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഏകദേശം 37,000 37,000 പേര് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള മെയിൻ എക്സാം എന്നാണ്, അതിൻ്റെ ഡേറ്റ് വയ്ക്കുമെന്ന് നോക്കാം. മകളെ, LD ക്ലർക്കിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതുന്നവർക്ക് 27/7/2024, അതായത് ജൂലൈ മാസം 27-ാം തീയതിയാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായി നോക്കുകയാണെങ്കിൽ നമുക്ക് 3 മാസം സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ജൂലൈ 27-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മുടെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് 22/4, അതായത് ഈ മാസം 22-ാം തീയതി മുതലാണ് കൊടുത്തു തുടങ്ങേണ്ടത് 11/5 വരെ. ഈ 11/5 വരെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ലേറ്റാക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഒരു പക്ഷേ നമ്മൾ മറന്നുപോയാൽ, അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ്, നമുക്ക് ഹാൾ ടിക്കറ്റ് വരുന്നതല്ല. സോ കൺഫർമേഷൻ പരീക്ഷ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുമെങ്കിൽ 22-ാം തീയതി, 23-ാം തീയതി ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം 27-ാം തീയതിയാണ് എക്സാം, 22-ാം തീയതി ഏപ്രിലാണ് കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ മാസം 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അഡ്മിഷൻ ടിക്കറ്റ്, അതായത് നമ്മുടെ ഹാൾ ടിക്കറ്റ് 12-ാം തീയതി മുതൽ ലഭ്യമാവും എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ്, നല്ലതുപോലെ പഠിക്കുക. അപ്പം ബാക്കി ജില്ലക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയാണ് നമ്മുടെ എക്സാം, അവിടെയാണ് എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്ത് പഠിച്ച് ഓരോ ടോപ്പിക്കും പഠിച്ച് സിലബസ് കവർ ചെയ്ത് റിവിഷൻ നടത്താനും കൂടെ ശ്രമിക്കുക. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഖാദി ബോർഡ് LDCയുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്നാണെന്ന് നോക്കാം. മക്കളെ, ഖാദി ബോർഡ് LDCയുടെ ഡേറ്റ് എന്ന് പറയുന്നത്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് 30/7 എന്ന് പറയുന്നത് നമ്മുടെ ജൂലൈ മാസം
30-ാം തീയതിയാണ് ആ ഒരു എക്സാം വരുന്നത്. ഇതിന് കൺഫർമേഷൻ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ കൺഫർമേഷൻ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിലിംസ് എഴുതി മെയിൻസ് സെലക്ട് ചെയ്തല്ലേ, മെയിൻസ് എലിജിബിൾ ആയിട്ടുള്ളവർക്കാണ് ഇതിൻ്റെ ഒരു മെയിൻ എക്സാം വരുന്നത്. സോ അവിടെ കൺഫർമേഷൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് എന്ന് തൊട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ ഇത് ലഭ്യമായി തുടങ്ങും എന്നുള്ളതാണ്. ഇതിലും നമ്മുടെ പ്രിലിംസ് പാസ്സായ ഏകദേശം 37,000-ത്തോളം ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും കോമ്പറ്റീഷൻ കൂടുതലാണ്. എന്നിരുന്നാൽ കൂടെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഖാദി ബോർഡ് LDCയിലേക്ക് നമുക്ക് പോകാം. കാരണം രണ്ട് ഒരേ സിലബസൊക്കെ തന്നെയാണ്. അപ്പോൾ ആ LDക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഇതിലേക്ക് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നമ്മുടെ ജില്ലയാണ് എന്നുള്ള രീതിയിൽ ഒരു കട്ട് ഓഫ് വെച്ച് നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കിട്ടുന്ന സമയം നമുക്ക് എക്സ്ട്രാ ആണ്. നമുക്കത് സിലബസ് കവർ ചെയ്യാനോ അല്ലെങ്കിൽ റിവിഷൻ അടിക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പോകുന്ന കണക്കല്ല, ഇനി ഒരു 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 3 മാസം വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാവർക്കും. അതായത് ഞാൻ നേരത്തെ ഏത് റാങ്കിൽ വന്നാൽ നമുക്ക് ജോലി ഉറപ്പിക്കാം, നമ്മൾ ഈ 12,000 വേക്കൻസിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏത് റാങ്കിൽ വന്നാൽ ജോലി ഉറപ്പിക്കാം എന്നൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വളരെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.